ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ വരുന്നത് ആമസോൺ ഫാഷൻ ഹോളാണ്. ഇന്ന് ഞാൻ സ്കേർട്സും ടോപ്സും ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സൈഡിൽ ഫോളോ ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിപ്സ്റ്റിക് ആണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫോമുല കേട്ടോ, നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഫോമുലയാണ്. ആൻഡ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കൊക്കോ ക്രഷ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. സോ ഏറ്റവും ഫസ്റ്റ് വരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇത് W എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സ്കേർട്ടാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാണ്. ഇതിലിങ്ങനെ വൈറ്റ് കളറിൽ ബ്ലാക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. ആൻഡ് കോട്ടൺ മെറ്റീരിയലാട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഷെഫ്ലി ടൈപ്പാണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പ്ലീറ്റഡ് ആയിട്ടുള്ള സ്കേർട്ട് അല്ല കേട്ടോ. ആൻഡ് മിഡി ലെങ്ത് ആണ്, ഇത്രയും വരുന്നുണ്ട്. ഞാൻ സൈഡിലെല്ലാം സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കേർട്ടാണ്. ആൻഡ് ഇതിനാണെങ്കിൽ ഇവിടെ സിബ് വരുന്നുണ്ട്. ഇതിങ്ങനെ എലാസ്റ്റിക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. സൈഡിൽ സിബ് വരുന്നുണ്ട്, പിന്നെ കൊളുത്തുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ സ്കേർട്ട് ടൈറ്റൊക്കെ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ടക്കിടാം. ഞാൻ മുന്നേ W ഒരു സ്കേർട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ, ഒരു ഓഫ് വൈറ്റ് കളറ്. അതാണെങ്കിൽ ഞാൻ മീഡിയം സൈസ് ആട്ടോ പർച്ചേസ് ചെയ്ത്. അതിക്ക് കുറച്ച് ലൂസായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുത്തായിരുന്നു. ഇതാണെങ്കിൽ അത്രയ്ക്കും ലൂസല്ല കേട്ടോ, മീഡിയം സൈസ് തന്നെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ലൂസാണെങ്കിൽ ബാക്കിൽ ടക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ടാണ്. ഇതിനാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്ലാക്ക് കളർ ടോപ്പൊക്കെ സ്റ്റൈൽ ചെയ്യാം, അടിപൊളിയായിരിക്കും. അപ്പോൾ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്, നല്ല കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. W ആണ്. സോ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 1180 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്ന ഈ ഒരു ടീഷർട്ടാണ്. ഈ ഒരു മോഡൽ ടീഷർട്ട് ഞാൻ എൻ്റെ മുന്നത്തെ ആമസോൺ ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ബ്ലാക്ക് കളറ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ലാവൻഡറാണ് പർച്ചേസ് ചെയ്തത്. ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എസ്പെഷ്യലി ബ്ലാക്ക് ആയതുകൊണ്ട് പല ബോട്ടംസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ലാവൻഡറാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടീഷർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലേസ് വെച്ചിട്ടുണ്ട്. ഇവിടെ സീത്രൂ ആട്ടോ മേളിൽ. പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്തതല്ല, ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരുന്നതാണ്. കണ്ടോ, ഇവിടെ കട്ടില്ല. പിന്നെ സ്ലീവിൻ്റെ അറ്റം ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ്. ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ ടീഷർട്ട്സൊക്കെ അധികം ഇൻസൈഡ് ആക്കിയിട്ട് സ്റ്റൈൽ ചെയ്യാനോട്ടോ ഇഷ്ടം. ആൻഡ് എൻ്റെ നോർമൽ സൈസ് വരുന്ന മീഡിയം ആണ്. ഞാനാണെങ്കിൽ നോർമൽ ടീഷർട്ട്സൊക്കെ 2 സൈസ് അപ്പാട്ടോ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഞാൻ XL ആണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇൻസൈഡ് ആക്കുമ്പോൾ നല്ലൊരു ലൂസ് ഫിറ്റ് കിട്ടും. അപ്പോൾ ഇത് മാക്സിൻ്റെ ആണ്. ഞാൻ അത് പർച്ചേസ് ചെയ്തത് 269 റുപ്പീസിനാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ മെറ്റീരിയലാണ്. അടുത്തത് ഈ ഒരു ക്യൂട്ട് ടോപ്പാണ്. ഇത് ഫാബിൻഡിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ടോപ്പാണ്. ആൻഡ് ഇതിലാണെങ്കിൽ ഇങ്ങനെ ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ലൈൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഓഫ് ഷോൾഡർ ടോപ്പാണ്. എനിക്കാണെങ്കിൽ കുറച്ചുകൂടി ഇത് ഓഫ് ഷോൾഡർ അല്ലാണ്ട് ഇടുന്നതാണ് ഇഷ്ടം. നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം കേട്ടോ. എലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആണ്. ഫുള്ളി എലാസ്റ്റിക് ആട്ടോ, ഓഫ് ഷോൾഡർ അല്ലേ. അപ്പോൾ ഫുള്ളി എലാസ്റ്റിക് വരുന്നുണ്ട് നെക്കിൽ മൊത്തം. ആൻഡ് സ്ലീവ് ആണെങ്കിൽ നമ്മൾ ഓഫ് ഷോൾഡർ അല്ലാണ്ട് ഇടുമ്പം എനിക്ക് എൽബോൻ്റെ മേളിലാട്ടോ നിൽക്കുന്നത്. സ്ലീവിൻ്റെ അറ്റത്താണെങ്കിൽ ഇങ്ങനെ എലാസ്റ്റിക് വരുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആട്ടോ, ടൈറ്റോ അങ്ങനെ ഒന്നുമില്ല. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയലാണെങ്കിൽ നല്ല മെറ്റീരിയലാണ്, കോട്ടൺ മെറ്റീരിയലാണ്, സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ ഇത്രയും വീതിയിലാട്ടോ എലാസ്റ്റിക് വരുന്നത്. അത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ്, ഭയങ്കര ടൈറ്റോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ താഴത്തേക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് പോലെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ അത് മേടിച്ചത് ഒരു സൈസ് അപ്പ് ആട്ടോ. കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഒരു സൈസ് അപ്പ് പർച്ചേസ് ചെയ്തത്. ലാർജ് ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. എനിക്ക് കറക്റ്റാണ്. ആൻഡ് ഭയങ്കര ലൂസും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ഒരു സൈസ് അപ്പ് പർച്ചേസ് ചെയ്തിട്ടും. അപ്പോൾ അത് ഫാബിൻഡിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഞാനിവിടെ സൈഡിൽ ഒരു ബേജ് കളർ പാൻസിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 742 റുപ്പീസിനാണ്. അടുത്തത് മാക്സിൻ്റെ ഈ ഒരു നേവി ബ്ലൂ കളർ ടോപ്പാണ്.
ഷോർട്ട് സ്ലീവ്സ് ആണ് വരുന്നത്. ഇതും ഞാൻ നേരത്തെ കാണിച്ച മോഡൽ സ്ലീവ്സ് ആട്ടോ, എക്സ്ട്രാ വന്നതല്ല, അതിൻ്റെ കൂടെ വരുന്ന സ്ലീവ്സ് ആണ്. ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവ്സ് ആട്ടോ ഇഷ്ടമുള്ള. എക്സ്ട്രാ ആയിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി, ഞാനിടുമ്പോൾ എനിക്ക് കുറച്ചുകൂടി മാച്ച് ആയി തോന്നിയത് ഇങ്ങനത്തെ ടൈപ്പ് സ്ലീവ്സ് ആണ് ഈ റെഗുലർ ടീഷർട്ടിന്. ആൻഡ് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ മടക്കുണ്ട്. ആൻഡ് ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ ഫ്രണ്ടിൽ ഇത്രയും ഭാഗത്ത് ഒരു ഷെഫ്ലി മോഡലാട്ടോ, ഉള്ളിലേക്ക് സീത്രൂ ആണ്. ഞാൻ എന്തായാലും ഇത് ക്ലോസപ്പിൽ കാണിച്ചു തരാം. ബാക്കിൽ അങ്ങനെ ഇല്ല കേട്ടോ, ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ. നേവി ബ്ലൂ കളറാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഇത് ഞാനൊരു ഡെനിം സ്കർട്ടിൻ്റെ കൂടെ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത്, ഞാൻ ഈ റെഗുലർ ടീഷർട്ട്സൊക്കെ 2 സൈസ് അപ്പാണ് പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഞാനിത് XL-ആട്ടോ പർച്ചേസ് ചെയ്തത്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 299 റുപ്പീസിനാണ്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ആട്ടോ, നല്ല കംഫർട്ടബിൾ ആണ്. അടുത്തത് ഈ ഒരു സ്കേർട്ടാണ്. ഇത് മാക്സിൻ്റെ ആട്ടോ. ആൻഡ് ഇതാണെങ്കിൽ ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിൽ സിബ് ഉണ്ട്. പിന്നെ ഉള്ളിലൊരു ബട്ടൺസും കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത് ഉണ്ട്. പിന്നെ ഇതാണെങ്കിൽ മെറ്റീരിയൽ ആണെങ്കിൽ ഒരു കോട്ടൺ ബ്ലെൻഡ് ആട്ടോ, ഓഫ് വൈറ്റ് കളറാണ്. അതിലിങ്ങനെ ലൈൻസ് ആണ് വരുന്നത്. ഞാൻ എന്തായാലും ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ആൻഡ് ഇതാണെങ്കിൽ ഞാൻ ഒരു സൈസ് അപ്പാട്ടോ എടുത്തിട്ടുള്ളത്, ലാർജ് ആണ് എടുത്തത്. എനിക്ക് ചെറിയ രീതിയിൽ ലൂസ് ആട്ടോ, എനിക്ക് മീഡിയം തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് കറക്റ്റ്. ഇതാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഭയങ്കര ഫ്രണ്ടിൽ കുറച്ച് ഒട്ടിയിരിക്കുന്ന പോലെ, ഈ മെറ്റീരിയൽ അങ്ങനെ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഒട്ടിയിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. ബാക്കിയൊന്നും ഇഷ്യൂ ഇല്ല കേട്ടോ, നല്ല മെറ്റീരിയലൊക്കെയാണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്തത് 999 റുപ്പീസിനാണ്. ഇത് ബ്ലാക്ക് ടോപ്സിൻ്റെ കൂടെയൊക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും. പിന്നെ പിക്ചറിൽ മോഡൽ ഇങ്ങനത്തെ സെയിം പ്രിൻ്റ് വരുന്ന ഒരു ടോപ്പാണ് ഇട്ടിട്ടുള്ളത്, ഒരു ഷർട്ട് മോഡൽ. അതും മാക്സിൻ്റെ ആയിരിക്കും കേട്ടോ, വേറെ ലിങ്കിലാണ്. ഞാനത് നോക്കിയിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി പ്ലെയിൻ ബ്ലാക്ക് ആണ് ഇതിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടം. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.